ഷാനിബ, ഇന്നത്തെ ദിവസം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അതിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നേക്ക് വളരെ വേഗത്തിൽ അന്വേഷണം നീങ്ങുന്ന ഘട്ടത്തിലാണ് സൈബർ ആക്രമണങ്ങളുടെ വാർത്തകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവിത നൽകിയ പരാതിയിൽ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവവികാസങ്ങൾ സൈബർ പോലീസാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈബർ പോലീസ് വളരെ വേഗത്തിൽ നടപടിയെടുത്തു എന്നുള്ളത് ഈ കാര്യത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യവുമാണ്. പക്ഷേ ഇവരിങ്ങനെ വീണ്ടും വീണ്ടും തുടരുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇതിൽ അടിയന്തരമായി ചെയ്യേണ്ടത് ഷാനിബ? സ്മൃതി, വിക്ടിം ബ്ലേമിങ്ങിന്റെ ഈറ്റിലമായിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് ഒരു കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നീ എന്തിനു സൈക്കിൾ എടുത്തു എന്ന് ചോദിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഇവിടെ ജെൻഡർ ജസ്റ്റിസ് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റേപ്പ് കേസുകളിൽ പോലും വിക്ടിം ബ്ലേമിംഗ് ആണ് ഫസ്റ്റ്. നീ എന്തിന് ഈ വസ്ത്രം ധരിച്ചു, നീ എന്തിന് ഇത് ചെയ്തു, നീ എന്തിന് ഇങ്ങനെ പോയി, നീ എന്തിന് അവനോട് നോക്കി. ഇതാണ് എല്ലാ കാലത്തും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി. അങ്ങനെ ഇരിക്കുമ്പോൾ സുപ്രീം കോർട്ട് ഒരു പെർട്ടിക്കുലർ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. റേപ്പ് കേസുകളിൽ പ്രത്യേകിച്ച്, പോക്സോ കേസുകളിലായാലും റേപ്പ് കേസുകളിൽ പ്രത്യേകിച്ച് സെക്ഷൽ ഒഫൻസസിൽ വിക്ടിമിന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത്. അത് മീഡിയനോട് മാത്രമല്ല, എനി പേഴ്സൺ വിക്ടിമിന്റെ ഐഡന്റിറ്റി അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് 2 വർഷം വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. BNS പ്രകാരം 2 വർഷം വരെ പണിഷ്മെന്റും ഫൈനും ഒക്കെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഈ വിക്ടിമിന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുക. അവരുടെ അത് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ പേര് മാത്രമല്ലല്ലോ, അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അത് ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറയുന്നത്. അത് സൈബർ സ്പേസിലായതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, സൈബർ സ്പേസിലാണെന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം, അതിന്റെ പുറത്തൊരു ഇളവോ ആനുകൂല്യമോ ലഭിക്കാനുള്ള സാധ്യതയില്ല. സൈബർ സ്പേസിൽ ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യുന്നോ അത് സൈബർ സ്പേസിൽ ചെയ്താലും അതേപോലെ തന്നെയുള്ള ഒരു കുറ്റകൃത്യമാണ്. നമ്മൾ ഈ സൈബർ ഇഷ്യൂസിൽ എപ്പോഴും പോലീസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, സൈബർ പോലീസിനെ പ്രത്യേകിച്ച് അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന നടപടികൾ എടുക്കുന്നില്ല, ഭയങ്കര സ്ലോ ആണ്, ഒന്നും ചെയ്യുന്നില്ല. ഭാഗ്യവശാൽ ഇത്തവണ നടപടി എടുത്തല്ലോ, ഇത്രയെങ്കിലും ചെയ്തല്ലോ. രാഹുൽ ഈശ്വറിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയിലായാലും എവിടെയായാലും എന്ത് വിളിച്ചു പറഞ്ഞാലും ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷന് മാറ്റം ഉണ്ടായതിൽ എനിക്ക് ചെറിയൊരു സന്തോഷമുണ്ട്. പക്ഷെ ആശ്വസിക്കാനുള്ള വകുപ്പൊന്നുമില്ല. കാരണം ഒഫൻസ് ഇത്ര സ്ട്രിക്റ്റ് ആണെങ്കിലും ഇതിലും വെള്ളം ചേർക്കപ്പെടും, ഇതിലും അവർ പുറത്തു വരും. പക്ഷെ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ ഉണ്ടാവണം. ഈ കേസിലെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവണം. കാരണം എല്ലാവർക്കും അറിയാം ഇത്രയും പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ആ റേപ്പിന്റെ ഇൻസിഡന്റിലോട്ട് പോകാതെ തന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഒഫൻസിൽ ഇത്രയും തെളിവുകളുണ്ട്, ഇത്രയും കൃത്യമായിട്ടുള്ള വിശകലനങ്ങളുണ്ട്, ഇത്രയും കൃത്യമായിട്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കോടതിയും അത് പരിശോധിച്ച് ഇതിൽ കൃത്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്താൽ ഇനി ഇതിനൊരു കുറവുണ്ടാവും. കാരണം സൈബർ സ്പേസിൽ ഒരു സ്ത്രീയും സുരക്ഷിതരല്ല. സ്ത്രീ എന്ന് മാത്രമല്ല, ഇപ്പൊ പുരുഷനായാലും. പക്ഷെ സ്ത്രീകൾ പ്രത്യേകിച്ച് സുരക്ഷിതരല്ല. സൈബർ സ്പേസിൽ എന്ത് പറഞ്ഞാലും മുഖമില്ലാത്ത മനുഷ്യരാണ്. എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഒരാളെ ബ്ലെയിം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ അത് സൈബർ സ്പേസിൽ കയറി ആവുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളൊരു ധാരണ നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ചുണ്ട്. എന്ത് വേണമെങ്കിലും കാണിച്ചു വിട്ടാന്നുള്ളത്. അതിന് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ ഇവിടെ സംഭവിക്കണം. മാക്സിമം എന്ത് പണിഷ്മെന്റ് വെക്കുകയാണെങ്കിൽ 2 വർഷം ശിക്ഷയാണ്. 2 വർഷം അയാൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. 2 വർഷം പണിഷ്മെന്റ് കിട്ടണം, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, ഈ പണിഷ്മെന്റും അദ്ദേഹത്തിന് കിട്ടണം. എന്തുകൊണ്ട് അതിജീവിത പരാതി നൽകാൻ വൈകി എന്ന ചോദ്യമാണ് വലിയ രൂപത്തിൽ ഉയർന്നുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി? നേരത്തെ തന്നെ ഈ ശബ്ദരേഖ പുറത്തു വന്നാണ്. അപ്പോഴും അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. മൊഴിയെടുക്കാൻ പോലീസ് സംഘം പോകുമ്പോഴൊന്നും മൊഴി നൽകിയിട്ടില്ല. ഇപ്പോഴെന്തിന് പരാതി നൽകിയെന്ന ചോദ്യമായിരുന്നു. ഇപ്പോഴെന്തുകൊണ്ട് ഇത്ര വൈകി പരാതി നൽകിയെന്നിപ്പോൾ വ്യക്തമായല്ലോ അല്ലേ? ഇതിനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഒരാൾ പരാതി പറയുകയാണെങ്കിൽ അവർ ഏത് രീതിയിലുള്ള ബ്ലെയിമിങ്ങും ഏത് രീതിയിലുള്ള അവർക്കെതിരെയാണ് ആൾക്കാർ. കുറ്റം ആരാണോ ആരോപിക്കുന്നത് അവരെയാണ് കൂടുതൽ ബ്ലെയിം ചെയ്യപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ ഏറ്റവും കൂടുതൽ അത് ഫേസ് ചെയ്യുന്നത് ഈ അതിജീവിത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വിക്ടിം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അന്ന് എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ടാണ് റേപ്പ് കേസുകളിൽ ഈ ഡിലേ വരുന്നത്. റേപ്പ് കേസുകളിൽ മാത്രം ആൾക്കാർ 4 വർഷം കഴിഞ്ഞ് പറയുന്ന, 5 വർഷം കഴിഞ്ഞ് പറയുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് റേപ്പ് കേസുകളിൽ ഇത്തരത്തിലുള്ള ഡിലേ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടരുതെന്ന്. അത് ഫാക്ട്സിൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു കാര്യം എനിക്കാണിത് നേരിട്ടെങ്കിലും, ഞാനൊരു അഭിഭാഷകയാണ്, എനിക്ക് 30 വയസ്സുണ്ട്, ഞാൻ പുറത്തു വന്ന് ഇത് പറയാൻ എനിക്ക് മാനസികമായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആലോചിക്കും. ഇത് ഓരോ സ്ത്രീക്കും ഇവിടെ ഇതേ ഭയം ഉണ്ടാവും. അതേ ഭയം കൊണ്ടാണ് ഇപ്പൊ പ്രൂവ് ആയല്ലോ, അതേ ഭയം കൊണ്ടായിരിക്കാം പുറത്തു പറയാതിരുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെ പറയുമ്പോൾ ഇത്രയും വലിയൊരു സൈബർ ആക്രമണം അല്ലെങ്കിൽ ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചിരിക്കാം. ഇപ്പൊ അത് ക്ലാരിറ്റി വന്നല്ലോ സ്മൃതി. ശരി.
Debate with Smriti Parathikkad.